കള്ളൻ ഓട്ടക്കൈയാണല്ല. 10 കാശ് കയ്യില് നിക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം ഇതാണെന്ന് പഠിച്ച്. അതിരിക്കട്ടെ, ആയുസിന്റെ കാര്യം എന്തൊരു പറയണ്? നാട്ടുകാരുടെ ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്നാ? കാമഡി വേണ്ടാന്ന്. ആയുസിന്റെ കാര്യം എന്തൊരു പറയണു കൊച്ചെ? 100 അടുത്ത് ആയുസുണ്ടെന്ന രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി. ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് ഒളിച്ചു വയ്ക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പര കയ്യിലേക്കേ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. നിനക്ക് പന്തിരണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല, അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പൊ ASI ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ. ഒരു കാക്കക്കിട്ട് കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കരുത്. കാക്കമാരല്ല, കാക്ക കാക്ക. കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ? വല്ല ഭാവിയുണ്ടോ? അത് പോലീസുകാരന്മാർക്ക് അതൊരു ഭാവിയുടെ ഏറിയ ഒരു ഏട്ട് മൂത്ത ഒരു ASI തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുകള്ള വീരപ്പന് വരെ MLA MP അല്ലെ പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്. ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആം ഐ റൈറ്റ്? എന്റെ ശ്രീമപ്പനാവാ, ഇത് രേഖയല്ല. പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. എന്റെ കൈയോട് നോക്കി. കെ ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി. പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കണത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാമെന്ന. ASI ചാക്കോ ചെറിയ അല്ലേ? കയ്യു മാത്രമല്ല, ഓ മുഖലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. ജയരാജ്. എന്തിനാണോ പറയണോ? ഓന്റെ പേര് പിടിച്ചില്ല. എന്തരടേ നിന്റെ പണി? പോലീസിലാ. കൈനാട്ടങ്ങളെ എന്നെ അല്ല, SI. ആ, ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും. അതിനാ വന്നത്. കാലക്കി സാറേ. എന്റെ ദൈവമേ. ക്വാർട്ടേഴ്സിലേക്ക് പോവാം. നീ എവിടേക്ക് പോണേ? ക്വാർട്ടേഴ്സിലേക്ക്. അതെ, നിന്റെ ഇവിടത്തെ റോൾ എന്താണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിട്ടില്ല, നിന്നെയും പിടിച്ചിട്ടില്ല. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മാറി ഇന്നൂടെ പണ്ടാറം. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു നരസിംഹ മീശയും മട്ടും. അതെ, എന്നെ പിടിച്ചിട്ടില്ലെന്നോ? എന്താ കാര്യം? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൊത്തി ഞാനൊരു എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ. ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. ബീരാനക്കൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പൊ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ? അല്ല, എന്നോട് വല്ലതും പറഞ്ഞാ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ, ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴിഞ്ഞ പോലെ. നിങ്ങൾ കണ്ടോ ബീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ആ, വീഴ്ത്താമോ നീ ഉത്തമനൊന്ന് നോക്കട്ടെ. ആ ബീരാനക്ക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ? എത്ര കുളം കണ്ടതാ? പെട്ടെന്ന് എടുത്തോ. ഈ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താ ഇങ്ങനെ? അറ്റകുറ്റപ്പണികൾ ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഒരു റിക്വസ്റ്റ് എഴുതി അയച്ചു. എഴുതി അറിയിച്ചിട്ട് ആ സമയം വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സുഹൃത്തിന്റെ വീട്ടില് കല്യാണത്തിന് പോണ മന്ത്രിക്ക് നടു റോട്ടില് പൊരി വെയിലത്ത് കാവൽ നിൽക്കുന്നത് മുതൽ രാഷ്ട്രീയക്കാര് തമ്മിൽ പക പോക്കാനും വെടിവെക്കാനും വരെ പോലീസ് വേണം. ആരെന്തൊക്കെ ചെയ്താലും നാട്ടുകാരുടെ ആട്ടും തുപ്പും ഒക്കെ പോലീസിന് തന്നെ. നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമല്ല,
മുറിബീടി മുറി ട്രൗസറും ഉത്സവപ്പറമ്പിലെ നാടകങ്ങളിലെ കോമാളി വേഷമൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. സാർ ചായ വിത്തൗട്ടാ, ഷുഗർ കരുതിയിട്ടുണ്ട്. മധുരത്തിന്റെ അളവറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധികം മധുരം കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഒരൊറ്റ പ്രാവശ്യം പിടികിട്ടിയാൽ മതി, പിന്നെ ഞാൻ പിടിച്ചോളാം. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. ദാ, ഓ പഞ്ചസാരയാ പൊതിക്കാൻ. ആളൊരു ശൂരനാണെന്ന് കേട്ടു. ആരാ? എല്ലാരും അതല്ല, നമ്മളാരാ? ഉത്തമൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ ചെറുപ്പം തൊട്ട് ഒരാളാവുമ്പോൾ ചെറുപ്പത്തിലും വരുന്നതാണല്ലോ ഉത്തമൻ. ഉത്തമൻ തന്നെയാണല്ലോ ഉത്തമനല്ലേ? അത് ശരി. അപ്പൊ നാട്ടുകാരെ സേവിക്കാൻ പോലീസിനെ സേവിക്കാൻ ഒരു ഉത്തമൻ. കറക്റ്റ്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഞാൻ ഉത്തമൻ. ഉത്തമൻ ചേട്ടന്റെ തല. എടാ, ഉത്തമേട്ടന്റെ തല മാത്രല്ല, ബാക്കി മതിലിന്റെ അപ്പുറത്ത് കാണും. ആർക്കറിയാം ആ എക്സിറ്റ് പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല, ജീവനുണ്ട്, ദേ ചിരിക്കണോ? പാമ്പാവോ? വേണ്ട, പോയിക്കോ. ഞാൻ പോവില്ല, അകത്തുണ്ടെന്ന് പോ. ഞാൻ അങ്ങോട്ട് വരും. പോവാൻ ചീർപ്പ് എവിടെയാണ്? ഉത്തമ, സുഖാണോ? സുഖാണോന്ന്? ഇത്തിരി സുഖക്കുറവുണ്ടോ? ഇവനെ പറ്റി ഉത്തമോ, പോലീസുകാര് ഞെട്ടിക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഞെട്ടിയത് നീ ആയിപ്പോയി. അങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. പിന്നെന്താ സ്റ്റേഷന് മുമ്പിൽ കിടന്ന ഒരു തെക്ക് വടക്ക്? ഉത്തമനെ സ്റ്റേഷനിൽ തിരിച്ചു കയറിയാ കൊള്ളാന്നുണ്ട്. അത് നിന്റെ പെട്ടതല തല്ലി പൊളിച്ചിട്ടാക്കരുത്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? തമാശയാവാം, പക്ഷെ അത് അമ്മയ്ക്ക് വായുളി കുറയ്ക്കുന്ന സമയത്ത് പറയാനുള്ളതല്ല. ഉത്തമ, എന്തരാണടേ നീ ആളുകളെയൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയ? എന്തേലും പോലീസുകാരെ ചീത്ത വിളിക്കുന്ന കേൾക്കണോ? ചെല്ലുന്നിടത്ത് നിന്ന് പോവാ ചില നമ്പറുകൾ പോലീസുകാരന്മാരെ പതിവാണ്. SI സാറിന്റെ കാര്യം നീ അങ്ങനെ എടുത്താ മതി. ആണോ? എന്നാ നിന്ന് പോകുന്നിടത്ത് നിലനിന്ന് പോനെ ഈ ഉത്തമനിന് ചില നമ്പറുകളൊക്കെ കാണിക്കും. ഇനി അങ്ങോട്ടുള്ള എന്റെ കാര്യമൊക്കെ അങ്ങനെ എടുത്താൽ മതി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലണ്ടെന്നല്ലേ സാറ് പറഞ്ഞുള്ളൂ. ക്വാർട്ടേഴ്സിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, കുട്ടിക്ക് ചോറ് കൊടുക്കാം, കുട്ടികളെ ചന്തി കഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇവരൊക്കെ പഠിച്ച SIയും SP-യും IG ഒക്കെ ആയിട്ട് എന്നെ നാട്ടിൽ നിന്ന് തല്ലി ഓടിക്കാൻ. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയും വേണ്ട, ക്വാർട്ടേഴ്സിൽ ആരോട്ട് പെടുക്കുകയും വേണ്ട. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു വഴിയുടെ? ഈ ബോംബ് കേട്ടോ, ബോംബ്, നാടൻ ബോംബ്, ബെൽറ്റ് ബോംബ്, കുഴി ബോംബ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരെണ്ണം മേടിച്ചിട്ട് ആരെയും കെട്ടി ഞാൻ എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് കുനിഞ്ഞു വന്നിക്കും. അപ്പൊ കാണാം. അങ്ങനെ ഞാൻ ഇല്ലാത്ത സ്റ്റേഷനിൽ ഒരു പുല്ലുകളും ജീവിക്കണ്ട. സ്റ്റേഷൻ പോലെ ഇവിടെ കാണണ്ട പറഞ്ഞേക്കാം ഞാൻ. എന്റെ ശ്രീവാപ്പനാവാ, നീ കയ്യിൽ നിന്ന് പോയാടേ. എന്താടോ പിള്ളേ? അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു. പേടിപ്പിക്കല്ലേ? കർത്താവേ, എന്താ? ആ പെണ്ണ് വരുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്. കണ്ടോ ചേച്ചി, ഞങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോ ആരുമില്ല. ഇത്രയും കാലം നിങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നോക്കി നടത്തി ഇവിടെ കഴിഞ്ഞതല്ല ഉത്തമേട്ടെ. ഇപ്പൊ ഇത് നടു റോട്ടില് ആർക്കൊരു തണ്ണുമില്ല. എല്ലാവരും കൂടെ എന്റെ ഉത്തമേട്ടനെ പിരിച്ചുവിട്ടു അല്ലേ? പിരിച്ചുവിടാൻ അവനെ ആരും ഇവിടെ പോലീസ് എടുത്തിട്ടില്ലല്ലോ. ഒരുത്തൻ ചെറുപ്പത്തിലെ ഇവിടെ കയറി വന്ന് സ്ഥിരതാമസാക്കുക, വേറൊരാൾ ഇതിന്റെ ഇടയിൽ ചാടി കയറി വന്നിട്ട് അവനോട് പൊയ്ക്കോളാൻ പറയാ. കണ്ണി കണ്ടവര് മുഴുവൻ അതും പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് എന്നെ മെക്കിട്ട് കയറുക. മോളെ മഞ്ചാടിക്കുരു, ദെണ്ണ ഇല്ലാഞ്ഞിട്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലാഞ്ഞിട്ടോ അല്ല. SI അങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങളൊക്കെ എന്താ ചെയ്യാ?
മോളകത്തേക്ക് കയറി വാ. എല്ലാറ്റിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും. ഉള്ള വഴി മുട്ടിയില്ലേ? ഒരു തറ അവിടെ കെട്ടിയിട്ടിരിക്കുക. അതിന്റെ പുറത്ത് 4 കാല് കെട്ടിയിട്ടായാലും ഓല മേഞ്ഞിട്ടായാലും അത് നാക്കിയെടുക്കാൻ ഉത്തമേട്ടൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്ന് കയറുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? SI വരണു എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു. വന്നപ്പോഴോ പാവപ്പെട്ടവന്റെ കഞ്ഞിന് മണ്ണിടാൻ ഒരു ലോറി മണ്ണായിട്ടാ വന്നത്. നീ വീട്ടിലേക്ക് പോയിക്കോ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒക്കെ ശരിയാവും. നേരെ ആവണം. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ആ പുരത്തരമെ കിടന്ന് ചാവും. എന്നിട്ട് നിങ്ങളാ കൊന്നതെന്ന് എഴുതി വെക്കും. അവിടെ നിൽക്ക്. അങ്ങനെ എഴുതി വെക്കുമ്പോ എന്നെ ഒഴിവാക്കി ഈ പാവപ്പെട്ടവരുടെ പേര് മാത്രം എഴുതിയാ മതി. എന്തൊരു ഇരിപ്പാണ്ടായത്. ഇത് അൻ്റെമ്പാടെ വീടാ. വല്ലാത്തൊരു വാസി തന്നെ. കേറി കിടക്കാൻ പറഞ്ഞാലോട്ടെ കിടക്കൂലെന്ന് വെച്ചാല്. പറഞ്ഞാ കേൾക്കാത്തൊരു അന്തിപ്പട്ടിണിയും കിടന്ന് അങ്ങാടിയിൽ നടക്കട്ടെ. തെക്ക് പടക്ക് ഓടി പോടി. നീ നിന്റെ പണി നോക്കി പോടി. എന്റെ അല്ലോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതിനിപ്പോ ഞാൻ മനുഷ്യനല്ല. അപ്പൊ ഞങ്ങളൊക്കെയോ? പോലീസുകാർ പണ്ടേ മനുഷ്യന്മാരല്ലോ. അത് നീ തന്നെ പറയണം. ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും ഒക്കെ പോലീസ് സ്റ്റേഷനില്. നിന്നെ ഇത്രയാക്കി വളർത്തിയതും പോലീസുകാര്. എന്നിട്ടും അവരോട് തന്നെ വിരോധം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. കാര്യം പറഞ്ഞാ ഇപ്പൊ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു തമാശ പറയട്ടെ. അതെ, ഊണും കഴിഞ്ഞ് ഏമ്പക്കുമിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങാടിയിൽ വന്ന് തമാശ പറഞ്ഞിട്ട് പോവാം. എന്റെ ജീവിതം കൊണ്ടാണോ നിങ്ങൾ പോലീസുകാർക്ക് തമാശ? ഞാൻ പറയാൻ പോണ തമാശ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ കേക്ക്. നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. എന്നാ അതിന് അവകാശമുള്ള ഒരാളുണ്ട്. SI സാറിന്റെ അമ്മ. ഞാൻ അവരെ കണ്ടു. നല്ല ഒന്നാന്തരം ഒറ്റപ്പാലത്തുകാരി, കൃഷ്ണഭക്തയായ ഒരു മേനോൻ സ്ത്രീ. അവര് പറഞ്ഞ മോൻ തട്ടില്ല. പക്ഷെ പറയിപ്പിക്കേണ്ട പണി നിന്റെ. കൊല്ലാൻ വരുന്ന കൊമ്പനെ വായിലെ നാവ് കൊണ്ട് തളയ്ക്കാൻ കഴിവുള്ള നിനക്ക് ഞാൻ പുതിയ നമ്പറുകൾ പറഞ്ഞു തരണോ എന്റെ ഉത്തമ? നീ അവിടെ ചെന്ന് ഉള്ള സത്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാ. മണി പോലെ കാര്യങ്ങൾ നടക്കും കുട്ടാ.